ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു കിടിലൻ വളമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ചെടിയൊക്കെ വളരാൻ വേണ്ടിയിട്ട് വളമിട്ട് കൊടുക്കില്ലേ, അതുപോലെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു കിടിലൻ വളമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോ ചലഞ്ച് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ കയ്യിൽ കരുതി വെക്കേണ്ട ഒരു സാധനമാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഹെയർ കെയറിൽ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത്. എൻ്റെ മുടി വളർച്ചയ്ക്കായാലും എൻ്റെ മുടിയുടെ എന്താ പറയുക ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനായാലും മുടിയെ കൂടുതൽ സോഫ്റ്റ് ആക്കാനും മുടിയുടെ കറുപ്പ് നിറം മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നിങ്ങൾ വെക്കുക. അപ്പോൾ ഇത് നമുക്ക് ഈ ഹെയർ ഗ്രോ ചലഞ്ചിൽ അങ്ങോട്ട് ആവശ്യം വരും, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനിയും എന്താണ് സാധനം എന്ന് പറയാതെ നമുക്കത് എന്താണ് സംഭവം എന്ന് കണ്ടു നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ആ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെമ്പരത്തിപ്പൂവ്. ഇത് ചുവന്ന ചെമ്പരത്തിപ്പൂവാണ്, 5 ഇതൾ ചെമ്പരത്തി. ഇപ്പോൾ കുറേ പേരെൻ്റെ ചോദിക്കാറുണ്ട് ഈ ചുവന്ന ചെമ്പരത്തി തന്നെ വേണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ പണ്ടുകാലം മുതൽക്ക് തന്നെ കേശ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നത് 5 ഇതൾ ചുവന്ന ചെമ്പരത്തിപ്പൂവ് തന്നെയാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഈ ചുവന്ന ചെമ്പരത്തി ഇല്ല എന്നുണ്ടെങ്കിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് നമുക്ക് എത്രത്തോളം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പൂവെടുക്കുക. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് ഇതിലിങ്ങനെ അടർത്തിയിട്ട് ഈ പൂവ് വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുകയാണ്. ഇതൊരു 3-4 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കാം. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുന്നായിട്ട് വെള്ളത്തിൽ ഇതുപോലെ സോക്ക് ചെയ്തിട്ടിരിക്കാം. നെക്സ്റ്റ് ഡേ ഇത് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഇത് സോക്കായിട്ട് ഈ ഒരു പൂലുള്ള ആ ജെല്ലൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ നല്ലൊരു കൊഴുകൊഴുത്ത ആ ഒരു ജെല്ല് പോലെ നമുക്കിത് കിട്ടും. അപ്പോൾ അതേ കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് കിട്ടും. അപ്പം നിങ്ങൾ കുറേ കൂടെ നേരം അപ്പോൾ രാത്രിയൊക്കെ സോക്ക് ചെയ്ത് ഇടുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ കുറേ കൂടെ ഭയങ്കര നല്ല കളറായിരിക്കും, നന്നായിട്ട് അതിൻ്റെ ആ ഒരു കൊഴുപ്പിറങ്ങും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് ഒരു തുണിയിലേക്ക് ആക്കിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് അതിൻ്റെ ആ ഒരു ജെല്ല് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇത് നമ്മൾ താളിയായിട്ട് യൂസ് ചെയ്യുന്ന സാധനം. അപ്പോൾ ഇത് വെറും ഒരു താളിയായിട്ട് നിങ്ങൾ ഇതിനെ തള്ളിക്കളയരുത്. മുടി കഴുകാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സാധനമല്ല, ഇത് ഹെയർ ഗ്രോത്തിന് അത്രയും കിടിലൊരു സംഭവമാണ്. പണ്ട് മുതലേ മുടി വളർച്ചയ്ക്ക് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ ഇത്. അപ്പോൾ ഇത് നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് മുടി തഴച്ച് വളർന്നിറങ്ങാനും മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ നരയ്ക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു നരയെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണിത്. നല്ലൊരു നാച്ചുറൽ കണ്ടീഷണറാണ്. ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ മുടിക്ക് എന്തുമാത്രം ചേഞ്ച് വരുമെന്നറിയാവോ? മുടി നല്ല സോഫ്റ്റ് ആകും, നല്ല തിളക്കം ഉണ്ടാവും, നല്ല കറുകറുത്ത തിളക്കമുള്ള മുടിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത്രയും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മാജിക്കൽ റിസൾട്ട് തരുന്ന ഒരു സംഭവമാണിത്. ഓക്കെ, അപ്പം ഞാൻ കാലം മുതലേ എൻ്റെ കൊച്ചുനാൾ മുതലേ എൻ്റെ മുടി സംരക്ഷണത്തിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണിത്. ഇത് മാത്രമായിട്ടിട്ട് എണ്ണ കാച്ചിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു, ഇത് വെച്ച് താളിയായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു, ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെല്ലാം ഞാൻ പണ്ട് കാലം മുതലേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ചെമ്പരത്തി പൂവാണ്. അപ്പോൾ അത് അത്രയും ഹെയർ നല്ല ആരോഗ്യത്തോടെ നല്ല ഇടതൂർന്ന് വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം ഇത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇത് വെറുതെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. തലയോട്ടിയിലും മുടിയിലും എല്ലാം ജസ്റ്റ് ഈ ഒരു ബോട്ടിൽ ആക്കിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ മാത്രം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. ഇത്
ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന രീതിയിലൊന്നും അല്ല ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. ഇനി ഇത് ഇങ്ങനെ തന്നെ വിടാം. നെക്സ്റ്റ് ഡേ ഹെയർ വാഷ് ചെയ്താലും മതി. ഇനി അതല്ല, ഇത് തേച്ചിട്ടൊരു 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ തന്നെ വിടുവാണ്. ഞാൻ ഇനി ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്ത് നെക്സ്റ്റ് ഡേയിൽ ആ മുടി ഉണങ്ങിയിട്ട് മുടി ആ ഒരു ഇത് തേച്ചിട്ട് മുടിക്ക് വരുന്ന ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാനതിപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതേ ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കണ്ടോ. പിന്നെ ഈ തലയിൽ ഇങ്ങനെ തണുപ്പ് ഒക്കെ ഇറങ്ങിയ പ്രശ്നമുള്ളവരാണെങ്കിൽ ഇത് വാഷ് ചെയ്യുക. ഓക്കെ, ഇത് കുട്ടികൾക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു ഷാമ്പൂ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക. ഇത് നമുക്ക് ഒരുപാട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിത് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്യാം, കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യാം, ഹെയർ ഗ്രോത്ത് പാക്കായിട്ട് യൂസ് ചെയ്യാം, ഹെയർ സെറമായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഈ ചെമ്പരത്തി ജെല്ല് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഇത് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുറച്ചുകൂടെ റിച്ചായിട്ട് ഈ ഒരു സംഭവത്തിന് കുറച്ചുകൂടെ റിച്ചാക്കി എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ എൻ്റെ ഹെയർ കെയറിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. വളരെയധികം ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി ഈ പൂവ് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പൂവ് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പൗഡർ മേടിക്കാൻ കിട്ടും. നമുക്ക് അങ്ങാടി ഷോപ്പിലോ അല്ലെങ്കിൽ ഓൺലൈനോ ഒക്കെ ഇതിൻ്റെ പൗഡർ മേടിക്കാം. അതും അല്ലെങ്കിൽ ഈ ചെമ്പരത്തി പൂവ് ഉണക്കിയിട്ട് നമുക്ക് ഷോപ്പിലും അങ്ങാടി ഷോപ്പിലും അല്ലെങ്കിൽ ഓൺലൈനൊക്കെ മേടിക്കാൻ പറ്റും. ഇതൊന്നും ഫ്രഷ് കിട്ടാത്തവർ അങ്ങനെ മേടിച്ച് ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ പൊടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പൊടി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് കലക്കി, കുറച്ച് കൂടുതൽ വെള്ളം എടുക്കുക. എന്നിട്ട് അതൊരു 1-2 ടേബിൾ സ്പൂൺ പൗഡർ ഇട്ടിട്ട് കലക്കി ഒരു 2-3 മണിക്കൂർ നിങ്ങൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതിനുശേഷം അത് അരിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ വയ്യ അല്ലെങ്കിൽ അങ്ങനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉണ്ടാക്കി ഇതുപോലെ എടുക്കാവുന്നതാണ്. ഓക്കെ, അടിപൊളി സാധനമാണ്. നിങ്ങൾക്കറിയാമല്ലോ, പണ്ട് കാലം മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഹെയർ കെയറിൽ മുടി വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് ചെമ്പരത്തി പൂവും ഇലയും ഒക്കെ. അപ്പോൾ പണ്ടുള്ളവർ വെറുതെ പറയുന്നതല്ല, അത്രയും ഗുണപ്രദമാണ് ആ ഒരു സാധനം. അതുകൊണ്ട് തന്നെയാണ് അത് പണ്ട് കാലം മുതലേ ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ ഒരു താളി എന്ന് മാത്രം പറഞ്ഞ് തന്നെ കളയേണ്ട. ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. മുടി വളർച്ചയ്ക്ക് അത്രയും നല്ലതാണ്. മുടി തിക്കായിട്ട് വളരാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു സംഭവമാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി ഇതുപോലെ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. നമുക്കൊരു 2 ആഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ നമുക്ക് ഇത് വെച്ച് എങ്ങനെയൊക്കെ പാക്കുകൾ ഉണ്ടാക്കി നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ പലർക്കും ഈ ഒരു സാധനത്തെക്കുറിച്ച് അറിയായിരിക്കും, പക്ഷേ ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.